ഇന്ന് തെരുവുനായ കുറേ കൂടെ 5 വയസ്സുകാരനെയാണ് നേരിട്ടത്. ഇന്നലെ 3.5 വയസ്സുകാരുടെ ചെവി കടിച്ചുകൊണ്ടുപോയ തെരുവുനായി ഇന്ന് ഒരു 5 വയസ്സുകാരനെയാണ് നേരിട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വിവേകം വന്നിട്ടുണ്ട് തെരുവുനായ്ക്ക്. തിരുവനന്തപുരം കിളിമാനൂരിൽ സ്കൂളിൻ്റെ വാതിൽക്കൽ വെച്ചാണ് 1-ാം ക്ലാസ്സുകാരനെ കടിയേറ്റിരിക്കുന്നത്. ഇവിടെ ഈ ജാതി മത തമ്മിലടികൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി പരിഹരിച്ച പ്രശ്നങ്ങൾ പോലും കുത്തിപ്പൊക്കി അവിടെ കമ്പിട്ടിളക്കി വീണ്ടും ഈ പ്രശ്നങ്ങൾ സജീവമായി നിർത്തുകയും വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുകയും പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷനായി നേരിടാൻ നടക്കുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഇവരെ ഈ തിളച്ച എണ്ണയ്ക്കകത്ത് കൈമുപ്പിക്കുന്ന കാരണഭൂതന്മാരും ഇതൊന്നും കാണുന്നില്ല. ഈ മിനിമം എയ്ഡഡ് സ്കൂളുകളായാലും ഗവൺമെൻറ് സ്കൂളുകളായാലും ആ സ്കൂളുകളിൽ നിന്ന് ഈ തെരുവുനായ്ക്കളെ പുറത്താക്കാനുള്ള പരിപാടികളെങ്കിലും ചെയ്യണം. പല സ്കൂളുകളിലും തെരുവുനായ്ക്കൾ പേറ്റുകൂട്ടുകയാണ്. സ്കൂളിനകത്ത് തന്നെ തെരുവുനായ്ക്കളുണ്ട്. കുട്ടികളെ എങ്ങനെയാണ് രക്ഷകർത്താക്കൾ വിശ്വസിച്ച് വിടുന്നത്? ഇവിടെ ഒരു ഗവേണൻസ് നടക്കുന്നുണ്ടോ? എന്തൊരു തള്ളലാണ്. 2.5 ലക്ഷത്തിലധികം കുട്ടികളാണ്, കുട്ടികളും മുതിർന്നവരും ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്ന 20ഓളം ആൾക്കാർ പേവിഷബാധയേറ്റു മരിച്ചിരിക്കുന്നു. യാതൊരു കുലുക്കവുമില്ല. പന്നികൾ കേരളത്തിൽ സ്ഥിരവാസം ഉറപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ ഇനിയും കാടുപോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ മറ്റു കാട്ടുമൃഗങ്ങളുടെയും ആക്രമണം ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത മാറ്റമാണ്. തുടർഭരണം മാറ്റത്തിൻ്റെ ശംഖനാദം മുഴക്കുകയാണെന്നാണ്. ഇന്ന് തൊട്ട് രാജാവ് 3 ആഴ്ച ഇനിയും ഗൾഫിൽ കറങ്ങാൻ പോവുക. അതിനിടെ തന്നെ 6 7 തവണ വരിക പോവുക. ഖജനാവിൽ പെറ്റുകിടക്കുകയാണ് പണം. പക്ഷേ മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങൾക്കും ഇവരുടെ ഈ പണമില്ല. ഇവർക്ക് ദൂർത്തടിക്കാനും ഇവർക്ക് സൂഹിക്കാനും മാത്രം പണം. സാധാരണ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അസംഘടിതരായ ജനങ്ങളുടെ മണ്ടയ്ക്ക് എന്തു മഹാമാരി വീണാലും ഇവർക്ക് പുല്ലുവിലയാണ്. ഇവർ മതം ഇട്ട് തരും, അല്ലെങ്കിൽ ജാതി ഇട്ട് തരും. തമ്മിലടിച്ചോ അടിമകളെ.